ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മകളുടെ കരച്ചിൽ അതും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. എങ്ങനെ കാണുന്നു താങ്കൾ, എങ്ങനെ വിലയിരുത്തുന്നു കോടതി വിധിയെ? മഞ്ജുഷ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, ഓക്കെ. മഞ്ജുഷ്, ഇതില് കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അന്ത്യമുണ്ടാവുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നതിന്റെ സാഹചര്യം തന്നെ 2 വർഷത്തിനകം, അല്ലെങ്കിൽ 2 വർഷവും ഏതാണ്ട് 1 മാസവും കഴിയുന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു ട്രയൽ കോടതിയിൽ നിന്നുള്ള വിധി സമ്പാദിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള പല കേസുകളുടെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകുന്നു. പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് പോലീസിന്റെ തെളിവുകളെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. പ്രതിപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഡിഫൻസിനെയും കൗണ്ടർ ചെയ്യുന്നതിനും അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതക രീതിയാണ് എന്ന് തെളിയിക്കാനും അവർക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൊലപാതകങ്ങളും ക്രൂരമാണ്. പക്ഷേ വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു കൊലപാതകം, നിരവധി ആൾക്കാരുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഒരു കൊലപാതകം, രാഷ്ട്രീയമായ ചിന്തയോടുകൂടി നടത്തുന്ന ഒരു കൊലപാതകം, വർഗീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു കൊലപാതകം, അതിമൃഗീയമായ രീതിയിൽ നടത്തുന്ന ഒരു കൊലപാതകം, ഉറ്റവരുടെ മുന്നിൽ വെച്ച്, അതും ചെറിയ കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു കൊലപാതകം, അവരുടെ ഉറ്റ ബന്ധുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വായ്ക്കരി ഇടാൻ വേണ്ടിയിട്ട് പോലും മുഖം ബാക്കി വെക്കാതിരുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം. അപ്പൊ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ കേവലം ആ മരിച്ച ആളിന് നീതി നൽകണം എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, അവരുടെ വീട്ടുകാർക്ക് നീതി ലഭിക്കണം എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ചില ആഘാതങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ, ഉറ്റവരെയൊക്കെ സാരമായി ബാധിക്കുന്ന, അവരുടെ മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന, എല്ലാ കാലത്തെയും അവരുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതങ്ങളാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഇത്തരം വാർത്തകൾ വായിക്കുന്ന ആൾക്കാർക്ക്, ഇവരുടെ ബന്ധുക്കൾക്ക് ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ക്ലോഷർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യപ്പെട്ടിരിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് വിചാരണ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് സാമാന്യമായിട്ട് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് അപ്പീൽ ചെയ്തിട്ട് ഹയർ കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻപുള്ള പല ഉദാഹരണങ്ങളിൽ നിന്നറിയാം. പക്ഷെ ഇവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ നിയമത്തിലുള്ള പല ലൂപ്പ് ഹോൾസും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ തന്നെ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്ന പല കേസുകളിലും പിന്നീട് മേൽക്കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ശിക്ഷ കമ്മ്യൂട്ട് ചെയ്തൊക്കെ കിട്ടുന്നത്. പക്ഷെ അതങ്ങനെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കായിക്കോട്ടെ, പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കായിക്കോട്ടെ ഭയരഹിതമായിട്ട് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ കൊലപാതകം ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള ഭീതിയില്ലാതെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് ഇത് കേവലം രഞ്ജിത്ത് ശ്രീനിവാസന് മരണാനന്തരം കിട്ടിയിരിക്കുന്ന നീതി എന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന നീതി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിധികൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരിക്കുന്ന സർക്കാർ, പ്രോസിക്യൂഷന്, കോടതി, പോലീസ് ഇവരെല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് മഞ്ജുഷ് എനിക്ക് പറയാനുള്ളത്. ശരി ശ്രീജിത്ത് പണിക്കർ, ഈ പോലീസും പ്രോസിക്യൂഷനും എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ അത്തരത്തിലൊരു അഭിനന്ദനം കിട്ടുന്നുണ്ട് പ്രോസിക്യൂഷനും പോലീസിനും. ശ്രീ ജോർജ് ജോസഫ്